ഹലോ, ഇത് കാട്ടുചീരയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടാറുണ്ട്. ഈ കാട്ടുചീര വെച്ചിട്ട് ഇന്നൊരു എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വരൂ നോക്കാം എങ്ങനെയാണ് കാട്ടുചീര കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളത്. ചീര ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിശ്ശേരിയിലേക്ക് സാദാ പരിപ്പിന് പകരം ഞാൻ ചെറുപരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുപരിപ്പ് വറുത്ത് വെച്ചതാണ്. അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അരവിലേക്കായിട്ട് തേങ്ങ ഒരു കട്ടോരിയാണ് ഞാൻ എടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും. ചെറുപരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. പൊടി ഇട്ടിട്ടാണ് ചെറുപരിപ്പ് വേവിച്ചത്. അരിഞ്ഞു വെച്ച ചീര ഇതിലേക്കിടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിലേക്കിട്ടത്. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. തേങ്ങയും ജീരകവും അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അരവ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി തിളക്കുമ്പോൾ ഓഫാക്കുക. ഇനി എരിശ്ശേരിയുടെ വറവാണ്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് വറവ് തയ്യാറാക്കാം. കാട്ടുചീര കൊണ്ടുള്ള എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.